ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VV എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ റെനോയിൽ വന്ന് കുറച്ച് വീഡിയോസ് ചെയ്തായിരുന്നു. കാര്യം മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ കുറച്ച് അപ്ഡേഷൻസ് വന്നായിരുന്നു. അതെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. പുതുതായിട്ട് 1-2 വേരിയൻറ്റുകൾ ലോഞ്ച് ചെയ്തു. പിന്നെ കുറേ ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വന്നു. അങ്ങനെ കുറേ മാറ്റങ്ങൾ റെനോയുടെ വാഹനങ്ങളിൽ സംഭവിച്ചു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൈസ് കുറഞ്ഞത്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ ബ്രാൻഡുകളും വാഹനത്തിൻ്റെ വില കൂട്ടിക്കൊണ്ടിരുന്ന സമയത്ത് റെനോ ഈ ഒരു 24ലേക്ക് വന്ന സമയത്ത് തങ്ങളുടെ വാഹനങ്ങൾക്ക് പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്തത്. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മറ്റുള്ള ഒരു ബ്രാൻഡുകളും ചെയ്യാത്തൊരു കാര്യമാണ് റെനോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കൈഗറിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണിത്. അപ്പോൾ ഇതിനകത്ത് ഡാർക്ക് എഡിഷൻ വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പ്രൈസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്, ഓഫറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു തുടക്കത്തിലുള്ള കുറച്ച് നേരം നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടിരിക്കുക. കാര്യം ഓഫർ, പ്രൈസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു തുടക്ക ഭാഗം കുറച്ച് നേരം ഒന്ന് കാണുക. ഇന്ന് നമ്മളുള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് TVSൻ്റെ ഷോറൂമിലാണ്. TVSൻ്റെ ആണ് ഡീലർഷിപ്പ് എടുത്തത്. റെനോൾട്ടിൻ്റെ ഷോറൂമിലാണ്, കൊല്ലത്തെ ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊല്ലത്ത് കല്ലുന്താഴമാണ് നമ്മുടെ ലൊക്കേഷൻ. താഴെ ഞാനൊരു നമ്പർ നൽകിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിൻ്റെതാണ്, അർഷാദ് എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. നിങ്ങൾക്ക് റെനോ വാഹനമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അർഷാദിനെ വിളിക്കാവുന്നതാണ്. അവൻ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ബുക്കിങ്ങിനായാലും ടെസ്റ്റ് ഡ്രൈവിനായാലും നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ വിളിക്കാം. അർഷാദ് എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര് മറന്നു പോകേണ്ട, അർഷാദ് എന്നാണ്. അപ്പം നമ്പറും താഴെയുണ്ട്, വിളിക്കുക. ഇനി നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞു, പ്രൈസ് കുറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു കൈഗർ ഇതിൻ്റെ തന്നെ 23 മോഡൽ വാഹനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 23 മോഡൽ വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്? ഓഫറാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഈ ഒരു കൈഗറിൻ്റെ 23 മോഡൽ വാഹനം നിങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ ഏകദേശം 35,000 രൂപ ക്യാഷ് ഓഫർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് വാഹനത്തിൻ്റെ പ്രൈസിൽ നിന്ന് 35,000 രൂപ വില കുറച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. എക്സ്ചേഞ്ച് ബോണസ് 20,000 രൂപ നമുക്ക് വരുന്നുണ്ട്. ലോയൽറ്റി സ്കീം 10,000 രൂപ വരുന്നുണ്ട്. ലോയൽറ്റി എന്ന് വെച്ചാൽ എന്താ, എല്ലാവർക്കും അറിയാവുന്നതാണ്. റെനോ വാഹനം ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ട്, മറ്റൊരു വാഹനം എടുക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോയൽറ്റി സ്കീം കിട്ടും. അതൊരു 10,000 രൂപ വരുന്നുണ്ട്. പിന്നെ സ്വാപ്പിയർക്ക് ഇന്നൊരു സ്കീം വരുന്നുണ്ട്. അതിന് നമുക്കൊരു 10,000 രൂപ നമുക്ക് അവൈലബിൾ ആണ്. കോർപ്പറേറ്റ് ഓഫർ 5,000 മുതൽ 12,000 രൂപ വരെ വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ കുറേ ഇത് വരുന്നുണ്ട്. അതായത് ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, അങ്ങനെ കുറേ കാറ്റഗറി അനുസരിച്ച് ഓഫർ വരുന്നുണ്ട്. പിന്നെ കീ ബാങ്കുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 12,000 രൂപ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. പിന്നെ CSC നടത്തുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 18,000 രൂപയുടെ ആനുകൂല്യം എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും. കൂടാതെ അവർ ത്രൂ റെഫറലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ 5,000 രൂപയുടെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടും. ഇത്രയുമാണ് 23 മോഡൽ വാഹനങ്ങൾക്ക് റെനോ നൽകിയിട്ടുള്ള ഓഫർ. അപ്പോൾ എടുത്തു പറയാം, കൈഗറിൻ്റെ 23 മോഡൽ വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേണം എന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക, വാഹനം കൈയോടെ സ്വന്തമാക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്കിനി മറ്റുള്ള കാര്യത്തിലേക്ക് കടക്കാം. അപ്പം പിന്നെ 23 മോഡലിൽ ഏതൊക്കെ വേരിയൻസ് ആണ് ഉള്ളതെന്ന് അറിയാനായിട്ട് ജസ്റ്റ് അർഷാദനെ വിളിക്കാം. ഒരുവിധപ്പെട്ട വേരിയൻറ്റുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വിളിക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ വാഹനങ്ങൾ പോകും. കാര്യം വാഹനങ്ങൾ ഷോർട്ടാണ്, ഒരുപാട് വാഹനങ്ങൾ കിടപ്പില്ല. അപ്പോൾ കയ്യോടെ തന്നെ വിളിച്ച് ആ ഒരു 23 മോഡൽ വാഹനങ്ങൾ ഓഫറോട് കൂടി സ്വന്തമാക്കാനായിട്ട് നോക്കുക. ഇനി നമുക്ക് 24ലേക്ക് വരാം. 24ലേക്ക് വന്ന സമയത്ത് നമുക്ക് വേരിയൻസിലേക്ക് വരാം. വേരിയൻസിൽ തന്നെ ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. RXE എന്നതാണ് ഏറ്റവും ബേസ് മോഡൽ. അതിനുശേഷം RXL, RXT ഓപ്ഷൻ, RXZ എന്നിങ്ങനെ വേരിയൻസ് പോകുന്നു. ഇതിൽ തന്നെ ഒരു മാറ്റം സംഭവിച്ചത്, നേരത്തെ നമുക്ക് ഞാനീ പറഞ്ഞ സെക്കൻഡ് വേരിയൻറ്റ് RXL എന്ന് ഞാൻ പറഞ്ഞു. RXL എന്നൊരു വേരിയൻറ്റ് നേരത്തെ ഇല്ലായിരുന്നു. RXL എന്നൊരു വേരിയൻറ്റ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തൊരു വേരിയൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, അതിനകത്ത് നമുക്ക് AMD കൂടി നമുക്ക് അവൈലബിൾ ആണ്. അതായത് നേരത്തെ നിങ്ങൾ ഒരു കസ്റ്റമർ AMD ഏറ്റവും കുറഞ്ഞൊരു AMD ഈ ഒരു കൈഗറിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 950 റേഞ്ചിൽ ഓൺ റോഡ് വരുമായിരുന്നു. ഇപ്പം ഈ ഒരു RXL എന്ന വേരിയൻറ്റിൽ AMD കൊണ്ടുവന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 859 നിങ്ങൾക്ക് ഈ ഒരു കൈഗറിൻ്റെ AMD വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അവിടെ തന്നെ ഏകദേശം 1 ലക്ഷം രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയേണ്ടത്, പ്രൈസ് കുറഞ്ഞു എന്ന് ഞാൻ ഓൾറെഡി എടുത്തു പറഞ്ഞു. നേരത്തെ ഈ ഒരു കൈഗറിൻ്റെ ഏറ്റവും ബേസ് മോഡൽ വാഹനത്തിൻ്റെ പ്രൈസ് വന്നിരുന്നത് ഏകദേശം 788 റേഞ്ചിലാണ് ഓൺ റോഡ് വന്നത്. പക്ഷേ 24ലേക്ക് വന്ന സമയത്ത് നമുക്ക് ഏകദേശം 7,30,000 രൂപയ്ക്ക് ഈ ഒരു കൈഗറിൻ്റെ ഏറ്റവും ബേസ് മോഡൽ വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ടൊക്കെ നമ്മൾ പ്രൈസ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അത് പ്രൈസ് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ വാഹനം ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ പറയേണ്ടത്,
ഈ ഒരു വേരിയൻറ്റ്. ഇപ്പോൾ ഈ കിടക്കുന്നത് RX-Z എന്നൊരു വേരിയൻ്റ് ആണ്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് അത്യാവശ്യം മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അത് ഓരോന്നോരം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതിനകത്തൊരു പ്രത്യേകത, മാനുവൽ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ടെർബോ മാനുവലും അവൈലബിൾ ആണ്, AMD അവൈലബിൾ ആണ്, CVT അവൈലബിൾ ആണ്. നിലവിൽ നമുക്ക് എനർജി എഞ്ചിൻ്റെ കാര്യം പറയാം. എനർജി എഞ്ചിൻ മാനുവൽ 1055 ആണ് പ്രൈസ്, ഫുൾ ഓപ്ഷൻ വാഹനം. പിന്നെ ഇതിന് തന്നെ AMD ആണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 1114 പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ടെർബോ മാനുവൽ വേണമെന്നുണ്ടെങ്കിൽ 1195 പ്രൈസ്. ഇതിൻ്റെ CVT വേണമെന്നുണ്ടെങ്കിലോ 1345 പ്രൈസ് വരുന്നത്. അതായത് ഈ ഒരു ടോപ്പ് എൻഡ് വാഹനത്തിൽ തന്നെ ഒരുപാട് വേരിയൻസുകൾ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്കത് ചൂസ് ചെയ്തേക്കാം. ഏകദേശം 1050 മുതൽ 1345 വരെ ഈ ഒരു ടോപ്പ് എൻഡ് വാഹനത്തിൻ്റെ പ്രൈസ് പോകുന്നുണ്ട്. അപ്പോൾ ടോപ്പ് എൻഡ് വാഹനം വേണം, അത്രത്തോളം നിർബന്ധമുള്ളവർക്ക് എനർജി എഞ്ചിൻ്റെ മാനുവൽ വാഹനം ചൂസ് ചെയ്യാവുന്നതാണ്. കാര്യം 1055 റേഞ്ചിൽ ഓൺ റോഡ് വരുന്നുള്ളൂ. ബേസ് മോഡൽ പ്രൈസ് പറഞ്ഞു 730 ഓൺ റോഡ് പ്രൈസ്. പിന്നെ 23 മോഡൽ വാഹനങ്ങൾ സ്റ്റോക്ക് വരുന്നുണ്ട്, അത് മറക്കണ്ട. അതിൻ്റെ ഓഫറിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രൈസ് കുറഞ്ഞ് നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പുതിയ വേരിയൻറ്റ് വന്നു, അതും പറഞ്ഞു. RX-L എന്നതാണ് പുതിയ വേരിയൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബേസിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ജസ്റ്റ് ഡിസൈനിലേക്ക് ഒന്ന് നടന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് കാണിച്ചുകൊണ്ട് വീഡിയോ അങ്ങ് നിർത്താം. പ്രധാനമായിട്ട് ഈ ഒരു പ്രൈസും വേരിയൻറ്റുകളും പറയാനായിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് കരുതിയത്. ഇത് ടോപ്പ് എൻഡ് വാഹനമാണ്. ടോപ്പ് എൻഡ് വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾക്കും യാതൊരുവിധ കുറവുകളും ഇല്ല. നമ്മൾ ആ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് തന്നെ ആ ഒരു SUV-യുടെ ഒരു മാസീവ് ലുക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എടുത്തറി പറയുന്ന ഒരു കാര്യം, ഈ ഒരു ലോഗോ നല്ല രീതിയിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഗ്രില്ലിൽ തന്നെ ക്രോം ട്രീറ്റ്മെൻറ്റുകൾ വരുന്നുണ്ട്. ഹെഡ് ലാമ്പിലേക്ക് നമ്മളൊന്ന് പോയിക്കഴിഞ്ഞാൽ LED ഹെഡ് ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. അതൊരു 3 സ്ലാട്ട് എന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. കണ്ടോ, പ്യൂർ വിഷൻ എന്നൊരു ബാഡ്ജിങ് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് വരുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ടും. താഴ്ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സിൽവർ ഫിനിഷുകളും ഈ ഗ്ലോസി ഫിനിഷും ക്ലാഡിങ്ങുകളും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ഹുഡിൻ്റെ പോർഷൻ നോക്കിയാൽ നല്ല ക്യാരക്ടർ ലൈൻസ്, നല്ല രീതിയിൽ നല്ല മസ്കുലർ രീതിയിൽ ക്യാരക്ടർ ലൈൻസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഡാർക്ക് വാഹനം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലുണ്ട് ഈ ഒരു വാഹനം കാണുന്നതിന്. DRL ടേൺ ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്രോം എലമെൻറ്റുകളൊക്കെ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് കളറാക്കി യൂസ് ചെയ്യാവുന്നതാണ്. കസ്റ്റമർ ചോയ്സാണ്. കമ്പനി ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് സൈഡ് പ്രൊഫൈൽ. കണ്ടോ, നല്ലൊരു ബ്ലാക്ക് മയം, അതായത് കറുത്ത ഒരു മയം നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. 1-2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു RX-Z എന്നൊരു ബാഡ്ജിങ് നൽകിയത് ചെറിയൊരു സിൽവർ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് പോലെ തോന്നിക്കുന്ന വരുന്നില്ല. അതൊരു കളർ വ്യത്യാസം വരുന്നുണ്ട്. റൂഫ് റെയിൽ നമുക്ക് അവൈലബിൾ ആണ്. റൂഫ് റെയിലിന് ഗ്ലോസി ഫിനിഷ് വരുന്നു. അത് വേണമെങ്കിലും ബ്ലാക്ക് കളറായിട്ട് ആഡ് ഓൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അലോയ് വീലിലേക്ക് വരാം. ഈ ഒരു കാലിബർ ഇത് കണ്ടോ, ഇതിപ്പോൾ റെഡ് ഫിനിഷ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ പുതുതായിട്ട് വന്ന ഒരു മാറ്റമാണ്. ഈ 24ലേക്ക് വന്ന ഒരു അപ്ഡേഷനാണ്. ചിലർ വാഹനമൊക്കെ എടുത്തതിന് ശേഷം ഈ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാറാണ്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് ഇൻബിൽഡ് ആയിട്ട് അത് അവൈലബിൾ ആണ്. 2 കളർ ഓപ്ഷൻസാണ് അലോയിൽ വരുന്നത്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും ഒരു സിൽവർ ഫിനിഷുമാണ് കളർ കോമ്പിനേഷൻ വരുന്നത്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈൽ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ടെർബോ ആയതുകൊണ്ട് തന്നെ നമ്മൾ CVT ആണെന്ന് പറഞ്ഞു. ടെർബോയുടെ ഒരു ബാഡ്ജിങ് കൂടി സൈഡിലായിട്ട് വരുന്നത്. അത് അറിയാൻ പറ്റത്തില്ല. ഒരു ബ്ലാക്ക് വാഹനം ആയതുകൊണ്ട് ഈ ഒരു രീതിയിലൊരു സ്റ്റിക്കർ വർക്കുകൾ അവിടെ വരുന്നുണ്ട്. വേറെ ഒന്നുമില്ല നമുക്ക് സൈഡിൽ പറയാനായിട്ട്. റിയർ സൈഡിലേക്ക് പോകാം. റിയർ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഷാർഫിൻ ആൻറ്റിനെയും റിയർ വൈപ്പർ, ഡിഫോഗർ ലൈൻസ്, റിവേഴ്സ് ക്യാമറ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് ക്രോം ട്രീറ്റ്മെൻറ്റുകളും ചെറുതായിട്ടൊക്കെ നൽകിയിട്ടുണ്ട്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റി എടുക്കാവുന്നതാണ്. അത് കസ്റ്റമർ ചോയ്സാണ്. ഇവിടെയും ടെർബോ എന്നൊരു ബാഡ്ജിങ് വരുന്നുണ്ട് കേട്ടോ. ടെർബോ എന്നൊരു ബാഡ്ജിങ് കൂടി ഈ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. നല്ല ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. 60/40 സ്പ്ലിറ്റിംഗ് അവൈലബിൾ ആണ്. പാർസൽ ട്രേ നൽകിയിട്ടുണ്ട്. അപ്പം ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ളിൽ കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സീറ്റ് കണ്ടോ, ഈ ഒരു സീറ്റ് നല്ല രീതിയിൽ ക്വാളിറ്റിനാൽ ലെതർ ഫിനിഷിലാണ് വരുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഈ ഒരു 24ലേക്ക് വന്ന സമയത്ത് വന്ന മാറ്റങ്ങളിൽ ഒന്നാണ്. ഈ ഒരു സീറ്റിൻ്റെ ഇത്രത്തോളം ക്വാളിറ്റിയിൽ മാറ്റം സംഭവിച്ചത്. നല്ല രസമുണ്ട് കാണാൻ. നല്ല പ്രീമിയം ഫീലും നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴത്തെ വേരിയൻറ്റ് തൊട്ട് തന്നെ വേരിയൻറ്റ് തൊട്ട് തന്നെ നമുക്ക് വയർലെസ് ചാർജർ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ തൊട്ട് താഴത്തെ വേരിയൻറ്റിൽ നമുക്ക് വയർലെസ് ചാർജർ വരുന്നത്. അതും നിലവിൽ ഈ ഒരു വാഹനത്തിൽ പുതുതായിട്ട് വന്ന ഒരു മാറ്റമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. പിന്നെ LED ക്യാമ്പിൽ ലൈറ്റ്, ഇതൊക്കെ നമുക്ക് LED ലൈറ്റാണ് വരുന്നത്. അതും നമുക്ക് ഈ ഒരു വാഹനത്തിൽ പുതുതായിട്ട് വന്ന ഒരു മാറ്റമായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. പിന്നെ കണ്ട ഒരു കാര്യം, ഈ ഒരു സ്റ്റിയറിംഗ് കണ്ടോ, ഈ ഒരു സ്റ്റിയറിംഗിലെ ഈ ഒരു ലെതർ റാപ്പിഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇതും നമുക്ക് കുറച്ചുകൂടി പ്രീമിയം രീതിയിൽ നിലവിൽ ഈ ഒരു വാഹനത്തിൽ പുതുതായിട്ട് വന്ന ഒരു മാറ്റമായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഓവറോൾ ഈ ഒരു വാഹനം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത്. ഡ്രൈവ് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. എക്കോ, നോർമൽ, സ്പോർട്ട് എന്നിങ്ങനെ ഡ്രൈവ് മോഡുകൾ നമുക്ക് വരുന്നുണ്ട്. കണ്ട, സ്പോർട്ട് ഡ്രൈവ് മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.
നോർമൽ, അങ്ങനെ 3 ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ നമുക്ക് അവൈലബിൾ ആണ്. മിററൊക്കെ നമുക്ക് ഇലക്ട്രിക്കലിയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. അതുകൊണ്ട് ഇതാണ് റിവേഴ്സ് ക്യാമറയുടെ ഒരു വ്യൂ വരുന്നത്. മോശമല്ലാത്തൊരു വ്യൂ നമുക്ക് റിവേഴ്സ് ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. തൊട്ട് താഴത്തെ വേരിയന്റിൽ നമുക്ക് ഇതിന് തൊട്ട് താഴത്തെ വേരിയന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അവൈലബിൾ ആണ്. അതും പുതുതായിട്ടൊരു മാറ്റമാണ്. ORVയിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഈ ഒരു ORV ഒക്കെ വരുന്നത്. നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ടും. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ മിറർ നമുക്ക് അവൈലബിൾ ആണ്. ടിക്കൽ ഹോൾഡർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ലൊരു പ്രീമിയം ഫീലിലാണ് ഈ ഒരു വാഹനം ചെയ്തേക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് നൽകിയിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റ് നമുക്ക് ആ ഒരു പോർഷനിലായിട്ട് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നൽകുന്നത്. ഇവിടെയൊക്കെ ചെറിയ ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. കണ്ടോ, രാത്രി സമയങ്ങളിലൊക്കെ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അത് കാണുന്നതിന്. നാട്ടെ ഈ ഒരു പോർഷനിലായിട്ട് ലൈറ്റ് വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു കൺട്രോൾ അതിന് നൽകിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ സംഭവിച്ചു. ആംബ്രസ്റ്റ്, നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതിനുള്ളിൽ. ഇനി നമുക്ക് റിയർ സീറ്റിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാം. ഒരു കാര്യം വിട്ടുപോയത് പുറത്തുനിന്ന് പറഞ്ഞ സമയത്ത്, അപ്പോൾ ഈ ഒരു മിറർ നമുക്ക് ഓട്ടോ ഫോൾഡിംഗ് ആണ് നിലവിൽ വരുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. തൊട്ട് താഴത്തെ വേരിയന്റിൽ നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതും ഈ ഒരു സമയത്ത് വന്ന ഒരു മാറ്റമായിട്ട് നമുക്ക് എടുത്തു പറയാം. ജസ്റ്റ് ഞാൻ റിയർ സീറ്റിലേക്കൊന്ന് വരാം. കാണിക്കേണ്ട കാര്യമില്ല, അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. എന്നാലും ഉള്ളതൊന്ന് കാണിച്ചു തരാം. റിയർ AC വെന്റ് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റ്, സെൻട്രൽ ടണലിന് ഹൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആംബ്രസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. റിയർ സൈഡ് തന്നെ ആംബ്രസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ഫീച്ചേഴ്സ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിക്കാം. നല്ല തൈ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നത്, നല്ല സ്പേസ് കൊണ്ടാണ് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. തല തട്ടത്തില്ല. സെൻട്രലായിട്ട് ലൈറ്റ് വരുന്നത്, അത് LED ആണ്. അതും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്, ഇപ്പോൾ സംഭവിച്ചൊരു മാറ്റമാണ്. അപ്പോൾ ആംബ്രസ്റ്റ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കട്ടെ. കണ്ടോ, കപ്പ് ഹോൾഡറൊക്കെ വരുന്നുണ്ട്. ഫോണൊക്കെ അതിനകത്ത് വെക്കാനായിട്ട് സാധിക്കും. ഫോണൊക്കെ വെച്ച് ഉപയോഗിക്കാം. നല്ല രസമുണ്ട്. ഒരു പ്രീമിയം ഫീൽഡിൽ ഇരുന്ന് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ വേറൊന്നുമില്ല പറയാൻ. അപ്പം ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിൽ നിലവിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം പ്രധാനപ്പെട്ട സംഭവിച്ച മാറ്റങ്ങൾ നമ്മൾ ഓൾറെഡി എടുത്തു പറഞ്ഞു. പുതിയ വേരിയൻറ്റ് വന്നാലും നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പുറയിലൊക്കെ കിടപ്പുണ്ട്. ബ്ലാക്ക് വാഹനങ്ങൾ കണ്ട് ഇവിടെ പുറയിലൊക്കെ കിടപ്പുണ്ട്. കൈകറിൻ്റെ തന്നെ വേറൊരു വേരിയൻറ്റ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ട്രൈബറിൻ്റെത് കിടപ്പുണ്ട്. അപ്പോൾ ട്രൈബറിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി എടുത്തിട്ടതാണ്. അപ്പം വേറൊന്നുമില്ല നമുക്ക് പറയാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അർഷാദിനെ വിളിക്കുക. 23 മോഡൽ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ വിളിച്ച് ചോദിക്കുക, വാഹനം ബുക്ക് ചെയ്യാൻ നോക്കുക, സ്വന്തമാക്കാൻ നോക്കുക. അപ്പോൾ വേറൊന്നുമില്ല, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരും. അതിൽ എല്ലാ കൂട്ടുകാർക്കും